ഹലോ, ഹലോ. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. വേഗം പോയി. അറിയാം. എന്റെ ഫോട്ടോവും പേരെല്ലാം കണ്ടിട്ടുണ്ടാവും. അതൊന്നും പബ്ലിഷ് ആക്കൂലല്ലേ? ഇല്ല, ഏഹ് ഫോട്ടോ പേരൊന്നും പബ്ലിക് ആക്കൂല. പറഞ്ഞോ. ഇല്ല, ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് കഴിയുന്നില്ല. ഒരു സൗഹൃദ സംഭാഷണം പോലെ വിളിച്ചാ. ആ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. ഒരു സ്ഥിരം പ്രേക്ഷകരാണ്. ആ സന്തോഷം. അപ്പോ നിങ്ങൾ ഭയങ്കര ഭയങ്കര ടാലന്റ് ആണ് നിങ്ങൾ ആള്. ആദ്യത്തെ 30 സെക്കൻഡ് എന്നെ നിങ്ങൾ വീക്ഷിക്കും, ഞാൻ എങ്ങോട്ടാ പോകുന്നുള്ളത്. ആ അതിൽ നിങ്ങൾക്ക് റൂട്ട് മനസ്സിലാവും കറക്റ്റ്. നമുക്ക് അങ്ങനെ പ്രഡിക്ഷൻ ഒന്നുമില്ല, ഇല്ല 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 30 മുൻവിധികളൊന്നുമില്ല നമുക്ക് സെക്കൻഡ് അങ്ങനെ. 30 സെക്കൻഡ് ജസ്റ്റ് നിങ്ങൾ ഓക്കെ എന്താണ് ഇങ്ങനെ പറഞ്ഞു. ഉം. പറയാം, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, ഇങ്ങനെ ഉം. ആദ്യം ഈ സുന്യാസയത്തോടെ ഇതിൽ വരും, ആ പിന്നെ ഇതിൽ പോകും. ഇപ്പൊ ആ ഞങ്ങൾക്ക് ഈ സുന്യാസയത്തോട് യോജിപ്പ് കുറഞ്ഞ ഒരു സുന്നി കുടുംബമാണ്. ആ സുന്നി മാസ്റ്റർ പഠിച്ച് 7ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ. ആ നിങ്ങളോട് വാദിക്കാനൊന്നും പറ്റൂല. എന്താ വെച്ചാല് നിങ്ങളോട് വാദിക്കാൻ പറ്റൂല. ആ എന്നാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ യോജിപ്പ് തന്നെയാണ്. ആ എങ്ങനെ വെച്ചാല് ഉം. ഏതൊരാളും ഇപ്പൊ ഇവിടെ നമ്മള് കുറെ പൈസക്കാരാണ് കുറെ നല്ലോണം ജീവിക്കും. ഉം. പാവങ്ങള് ഉം. ഇവിടെയും അവിടെയും എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഉം. അപ്പൊ ഇപ്പൊ പിന്നെ നിങ്ങൾ ഇപ്പൊ നിരീശ്വരവാദത്തിൽ നമ്മൾ തുടരുകയാണെങ്കിൽ ഇത്ര വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉം. നിരീശ്വരവാദത്തിൽ ഇപ്പൊ ഞാനൊരു നിരീശ്വരവാദിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വാദിക്കണം എന്തിനാ? പടച്ചോനെ എങ്ങനെ വേണമെങ്കിലും സൃഷ്ടിക്കാലോ ഒരാളെ. നിരീശ്വരവാദത്തിന് എന്തിനാ വാദിക്കണേ? ആരാ അതെ, നിരീശ്വരവാദം വാദിക്കുന്ന ആൾക്കാര്? നിങ്ങൾ പറയല്ലേ നിരീശ്വരവാദം പിന്നെ എങ്ങനെയാണ് റസൂൽ ഇങ്ങനാണ്, പിന്നെ അടിമത്തം, അതും ഭയങ്കര നിരീശ്വരവാദം സംശയമാണ്. തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവകാശവാദത്തിന്റെ വസ്തുത പരിശോധിക്കുന്നതും നിരീശ്വരവാദം തമ്മിൽ എന്താ ബന്ധം? അല്ല, ഇസ്ലാമികപരമായിട്ട് നിങ്ങൾ റസൂൽ വിശ്വസിക്കുന്നില്ല. ഇല്ല. ഓക്കെ, അപ്പൊ റസൂൽ ഇല്ലാന്ന് ഞാൻ വിശ്വസിച്ചാ പോരെ? റസൂലുള്ള എന്നൊരു സാധനം ഇല്ല. അല്ല, മുഹമ്മദ് എന്നൊരാൾ ഇല്ലാന്ന് ഞാൻ വിശ്വസിച്ചൂടെ? മുഹമ്മദ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ പ്രശ്നമല്ലേ. എന്റെ പ്രശ്നം അപ്പൊ മുഹമ്മദ് നമ്മുടെ നാട്ടില് നമ്മുടെ മനുഷ്യന്മാർക്ക് ഇടയിലുള്ള ഒരു പ്രത്യയശാസ്ത്രം, ഒരു ഐഡിയോളജിയാണ് നമ്മുടെ പ്രശ്നം. അതെ. അല്ല, അപ്പൊ അള്ള ഉണ്ട് എന്ന് മുഹമ്മദ് വിശ്വസിച്ചിട്ടല്ല, അള്ള ഉണ്ടായത് കൊണ്ടല്ല ഇസ്ലാം ഉണ്ടായത്. ആ ഓക്കെ നമ്മളെ പ്രശ്നം അള്ള ഉണ്ടോ ഇല്ലേ എന്നുള്ളതും അല്ല. നമ്മുടെ ഓക്കെ നാട്ടില് മനുഷ്യന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, മനുഷ്യന്മാരുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്ന, മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇടപെടുന്ന, ഓക്കെ മനുഷ്യന്മാരെ അപ്പൊ ബാധിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലാതെ അവരുണ്ടോ ഇല്ലേ അതാ നമ്മളെ പ്രശ്നമല്ല. അപ്പൊ അതന്നെ. അപ്പൊ നിങ്ങൾ പിന്നെ ഈ അടിമത്തത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, വേറൊന്നുമില്ല, ഒന്നുമില്ലല്ലോ. അള്ളാനെ പോലെ തന്നെ ഒരു കഥയാണ് റസൂൽ എന്ന് പറഞ്ഞാല്. അങ്ങനെയല്ല, അത് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത അതാണ്. അതായത് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമോ അള്ളാഹു ഇല്ല എന്ന് വാദിച്ച് തോൽപ്പിക്കലല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അള്ളാഹു ഉണ്ട് എന്ന കഥയിൽ കെട്ടിപ്പൊക്കിയ ഒരു ഐഡിയോളജി മനുഷ്യന്റെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അതായത് നമ്മളെ നാട്ടില് ഒരു ചെറിയ കുട്ടി, ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചൂച്ചാമണിയുടെ അറ്റം ചെത്തിക്കളയണില്ലേ? അപ്പൊ അള്ളുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ആ ചെത്തിക്കളയല് പ്രശ്നമാണ്. അതിന്റെ ലോജിക്ക് എന്താണ്, അത് എന്തിനു വേണ്ടി ചെയ്യുന്നു, അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാം. കാരണം ഞാൻ ഉൾപ്പെടെ നമ്മളെ സഹജീവികളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതേമാതിരി ഇപ്പൊ നിങ്ങള് അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഇതിന്റെ പിന്നിലുള്ള കഥയിലെ കഥാപാത്രങ്ങൾ ജീവനോടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ആ കഥ മനുഷ്യനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ഉസ്താദിന്റെ ഒരു മേത്, അതായത് ഒരു ഉസ്താദ് മലയാളം മേത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ ഈ കഥ ഒന്നും ഇല്ല, ഇസ്ലാമിൽ ഒന്നും ഇല്ല, ഇങ്ങനെ സംഭവമേ ഇല്ല ലോകത്ത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതൊന്നും ആലോചിക്കുക. അഥവാ അതിന് ആഖിറയിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഒരു തരം എന്താ പറയാ, അതൊരു മൗലവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ പണിക്ക് യോഗ്യനല്ല എന്ന് ഞാൻ പറയാം. കാരണം അങ്ങനെ ഒരാള് ചിന്തിച്ചു വിചാരിച്ചു, ഇനിയിപ്പോ എങ്ങാനും പഠിച്ചവനെങ്ങാനും ഉണ്ടെങ്കിലോ, എങ്ങാനും ബിരിയാണി കൊടുത്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ വിശ്വസിച്ച അയാൾ വിശ്വാസിയാവോ? അയാളെ പഠിച്ചവൻ സ്വർഗത്തിലിടുവോ? അല്ല, പിന്നെ വേറൊന്ന്, അല്ല, ഇടുവോ? നിങ്ങൾ പറയും, നിങ്ങളെ വിശ്വാസം വെച്ചിട്ട് പറയും.
അല്ല എങ്ങാനും ഒരു ദൈവം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരാളിത് കൊണ്ട് ഒരു ഇത് നമുക്ക് ക്ലാരിറ്റി വരുത്തിപ്പോ. അതായത് എങ്ങാനും ഒരു ദൈവം ഉണ്ടെങ്കിലോ ഈ അള്ളയൊക്കെ ശരിക്കും ഉള്ളതാണെങ്കിലോ എന്ന് ചിന്തിച്ചിട്ട് ഒരാള് ദൈവത്തിന്റെ മതത്തിൽ അങ്ങനെ അങ്ങോട്ട് ആയിപ്പോയാൽ അയാളുടെ ഈമാൻ പൂർണ്ണമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ കാലത്തുള്ള 90% ആൾക്കാർക്ക് ഈമാന് കുറവായിരിക്കും. കുറവെന്നല്ല, ഇല്ല എന്താ വെച്ചാൽ ഇപ്പൊ ആൾക്കാർ പലിശയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, രാവിലെ ഇതാക്കുന്നില്ല, പിന്നെ എല്ലാവരും കാറെടുക്കും. പലിശ എന്ന് പറയുമ്പോൾ നമ്മൾ വട്ടിപ്പലിശ കൊടുക്കുന്ന മാത്രമാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ പലിശ വരാണ്ട് ഇപ്പൊ ഈ കാലത്ത് ഖത്തറില് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇപ്പൊ അടുത്ത് പുതുക്കിയതായിട്ട് പ്രഖ്യാപിച്ചു. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ പലിശ ഉണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ പലിശ എന്ന് പറയുന്നത്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ബാത്റൂമിൽ കയറുമ്പോ ഏത് കാല് വെക്കണം? നമ്മള് ഒരാളൊരു ബാത്റൂമിൽ കയറണ അയാൾ വലത്തേക്കാല് വെച്ചാൽ ഇടത്തേക്കാല് വെച്ചാൽ എന്ത് പ്രശ്നം? അപ്പൊ അങ്ങനെയാണെന്നേ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന സമയത്ത് തൊട്ട് ആ കുട്ടിയുടെ കാതിൽ ആദ്യത്തത് കേൾക്കേണ്ടത് ഇതാണെന്ന് തുടങ്ങി മരിച്ചു കഴിഞ്ഞാലും വിടാതെ രീതിയിൽ മനുഷ്യരെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഐഡിയോളജിയാണ്. അതിലെ ശരി തെറ്റുകളും അതിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങളും പരിശോധിക്കും, തീർച്ചയായിട്ടും പരിശോധിക്കും. അതിന് അള്ള ഉണ്ടാവണോ, അള്ളുണ്ടോ, മുഹമ്മദ് നബി ജീവിച്ചിരുന്നോ, അത് സമ്മതിച്ചാ മതി. അത് സമ്മതിച്ചാ മതിയെന്നേ. മനുഷ്യ സഹജമായ തെറ്റ് ആർക്കും സംഭവിക്കാം. ആ മുഹമ്മദ് നബിക്ക് സമ്മതിച്ചിട്ടുണ്ടാവും. മുഹമ്മദ് നബി അല്ലെങ്കിൽ അങ്ങനെ തെറ്റുകളുടെ കൂമ്പാരം ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് ആഖിറില്ലെങ്കിലല്ലേ ഒരാൾക്ക് ബെറ്റർ അത് ആഖിറില്ലെങ്കിൽ. പക്ഷെ ഞാൻ പറയാം, നമുക്ക് ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാണ്, അതായത് എന്റെ വാപ്പ മരിച്ചതാ, ഞങ്ങൾക്ക് വാപ്പ തന്നെ ഇനി എന്നോട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവിടെ സ്വർഗത്തിൽ ഒരു ദിവസമെങ്കിലും വാപ്പാനെ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു മുസ്ലിംകാരെ കൊണ്ട് ഒരു പ്രാവശ്യം കിടക്കുമെന്നല്ലേ. എന്റെ വാപ്പയും മരണപ്പെട്ടതാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മള് ജീവിക്കുന്നത് മരണപ്പെട്ടു പോയ വാപ്പാനെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ച് കാണും എന്നുള്ള പ്രതീക്ഷയിലാണോ നമ്മളെ ജീവിതം ജീവിക്കുന്നത്? അത് ആ വാപ്പാനോടുള്ള നമ്മളോടുള്ള സ്നേഹം കൂടുതലും കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു തോന്നൽ മാത്രല്ലേ. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, എന്ത് സംശയം നിങ്ങക്ക്? പിന്നെ വേറൊരു കാര്യം കൂടി, എങ്ങനെ ഇപ്പൊ ഞാൻ വേറൊരു വീഡിയോണ്, അതായത് നമ്മളെ ഏറ്റവും വലിയ ആൾക്കാർ സാക്കിർ നായിക്കിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കണേ അത് ഒഴിവാക്കി കുറച്ചുകൂടി ശബ്ദം കിട്ടും. ഫോൺ അടുത്ത് പിടിച്ച് പറയും. ക്ലിയർ ആണുണ്ടോ? ക്ലിയർ ആണ്. അതായത് ഇപ്പൊ നമ്മളിവിടെ ജനിച്ചത് നമ്മളിവിടെ ജനിച്ച്, പക്ഷെ നമ്മളെ പെർഫെക്റ്റ് മീൻസ് നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഇപ്പൊ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിലെ മക്കൾക്കൊന്നും ഇല്ലാതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റേത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് നമ്മളെ കഴിവ് കൊണ്ടല്ലല്ലോ അങ്ങനെ ആയത്. അപ്പൊ ഇങ്ങനെ ജനിച്ച ആൾക്കാര് ഇവിടെ ഇങ്ങനെ തന്നെ ജീവിച്ച് ഇങ്ങനെ തന്നെ മരിച്ചു പോട്ടെ എന്നുള്ളതാണോ? അവർ ഇതിന് അർഹരാണോ? അതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാ മനുഷ്യരും ഇങ്ങനെ ജനിച്ച് ജീവിക്കും. പക്ഷെ നമ്മള് അതിനകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മള് ഈ എന്താ പറയാ അതായത് ഇപ്പൊ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ, വൈകല്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോരായ്മകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായി ജനിച്ച മനുഷ്യന്മാര്, അത് ദൈവം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ്. ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ല. നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്ക് ഒരു മിനിറ്റ് പറയട്ടെ. അത് പറയാം. അത് നമ്മളിൽ ഉണ്ടായി വന്ന നീതിബോധമാണ്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ നോർത്ത് സെൻട്രൽ ഐലൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ പോലെ നമ്മൾ ഓടി വന്നിട്ട് അമ്പെയ്ത് കൊല്ലും. അല്ല ഇപ്പൊ ഞാനോ നിങ്ങളോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ. ഇപ്പൊ നോർത്ത് സെൻട്രൽ ഐലൻഡിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാല് പെട്ടെന്ന് അവരുടെ ഗോത്രത്തിന്റെ അടുത്തേക്ക്, അവരുടെ ആവാസ വ്യവസ്ഥയിൽ ചെന്ന് നമ്മളെ കൊല്ലും. അതാണ് മനുഷ്യന്റെ ആദിമ രൂപം. അങ്ങനെ തന്നെയായിരുന്നു ഞാനും നിങ്ങളുടെ ഒക്കെ പൂർവികരുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. അവിടുന്ന് നമ്മള് സാമൂഹികമായിട്ട് ആർജിച്ചു വന്ന മൂല്യബോധങ്ങളിലൂടെ നമ്മൾക്ക് ഉണ്ടായി വന്ന ഒരു തോന്നലാണ് ഈ അപരനോടുള്ള നീതിബോധം എന്ന് പറഞ്ഞ സാധനം, എമ്പതി എന്നൊക്കെ പറഞ്ഞ സാധനം. മനസ്സിലായോ? നീതിബോധം പറയട്ടെ, ഓരോന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആ നീതിബോധം ഡെവലപ്പായി വന്നതിന് ശേഷമാണ് നമുക്ക് കഷ്ടപ്പെടുന്ന മനുഷ്യരോട് അവരെ കുറിച്ചുള്ള വേവലാതി ഉള്ളത്. അവിടുന്നാണ് ഒരു ഇരയാക്കപ്പെടുന്ന ഒരു മനുഷ്യനോട് സഹാനുഭൂതി ഉണ്ടാവുന്നതും അയാൾക്ക് നീതി കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാവുന്നതൊക്കെ.
വാസ്തവത്തിൽ അതൊന്നും ദൈവ സൃഷ്ടിയോ പ്രകൃതിയിലുള്ളതോ ഒന്നും അല്ല. അങ്ങനെ സാധനമൊന്നുമില്ല. അപ്പോ ഈ ജനിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ആവുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അങ്ങനെ ആവുന്നത് ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവല്ല, ദൈവം ഇല്ല എന്നുള്ളതിന്റെയും ഇത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ഒരു എന്താ പറയാ ജീവചക്രമാണെന്നുള്ളതിന്റെ തെളിവാണ്. ഇനി അത് പറഞ്ഞുതരാം. ഇപ്പൊ ഇതില് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ കണ്ണ് കാണാതെ ജനിച്ച ഒരാള്, കാഴ്ചയില്ലാതെ ജനിച്ച ഒരാള്, അല്ലെങ്കിൽ ജന്മന ഇരു കാലുകളും ശേഷിയില്ലാതെയോ അല്ലെങ്കിൽ കാലുകളോ ഇല്ലാതെ ജനിച്ച ഒരാള്, അയാൾക്ക് മരിച്ചു കഴിഞ്ഞിട്ട് നീതി കിട്ടും എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇല്ല, അങ്ങനെ നീതി കിട്ടലില്ല. അവിടെ അനീതി സംഭവിച്ചു കഴിഞ്ഞു. ഒരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് അടുത്ത അനീതിയാണ് ചെയ്യുന്നത്. ഒരു വീട്ടില് ഒരു ഉപ്പാക്കും ഉമ്മാക്കും 2 കുട്ടികൾ ഉണ്ടാവുന്നു. അതിലൊരു കുട്ടി ഇങ്ങനെ വൈകല്യമുള്ള ആളും ഒരു കുട്ടി ശരിക്കുള്ള ഒരാളും. അപ്പൊ ഒരേ കുടുംബത്തിൽ ഒരേ അവസ്ഥയിൽ ജീവിക്കുന്ന 2 കുട്ടികൾ, ആ 2 കുട്ടികൾ അവരുടെ ജീവിതകാലം മുഴുവൻ 2 തരത്തിൽ ജീവിക്കണം. പറയാം. അപ്പൊ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് മരിച്ചു ചെന്നിട്ട് എന്ത് നീതി കൊടുക്കാനാണ്? ഒരു നീതി കൊടുക്കാൻ പറ്റില്ല. കാരണം അയാളോടുള്ള നീതി നിഷേധം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ജീവിതം അയാൾക്ക് കാണുന്നില്ല. നമ്മളൊക്കെ കണ്ടു, അയാൾ കണ്ടില്ല. നമ്മളൊക്കെ അനുഭവിച്ചു, അയാൾ അനുഭവിച്ചില്ല. നമ്മളൊക്കെ ഓടിച്ചാടി നടന്നു, അയാൾ ഓടിച്ചാടി നടന്നില്ല. അവിടെ നീതി നിഷേധം സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ ചെന്നിട്ട് കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ സുഖമായിട്ട് കാഴ്ചയും കണ്ട് ഓടിച്ചാടി കളിച്ച് തിമിർത്ത് നടന്ന് ഇബാദത്ത് ചെയ്ത് പിന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് വിശ്വാസിയായി മരിച്ചു പോയാൽ ഈ 2 ആൾക്കും സ്വർഗത്തിൽ ഒരേ സുഖം കിട്ടും. അത് ഞാനും വിചാരിക്കാറുണ്ട്. അതിലെന്താ നീതിയാ ഉള്ളത്? ഒരു പാവങ്ങളാണെങ്കിൽ പണക്കാരാണെങ്കിൽ സമ്പത്ത് കൊടുത്തും പരീക്ഷിക്കും, ദാരിദ്ര്യം കൊടുത്ത് സംഭവിക്കും. സമ്പത്ത് കൊടുത്ത് പരീക്ഷിച്ചവനല്ലേ രക്ഷപ്പെടും. അവനോട് കാണിക്കുന്നതല്ലല്ലോ ദാരിദ്ര്യം കൊടുത്തോണ്ട് അനീതി തന്നെയല്ലേ കാണിക്കുന്നത്. എങ്ങനെയായാലും മനുഷ്യന് വഴിതെറ്റി പോകും. അത് ദാരിദ്ര്യത്തെ കൊണ്ട് നമ്മൾ പ്രത്യേകം ഞാൻ അങ്ങനെയല്ല ചോദിക്കണേ. ഒരാൾക്ക് കംപ്ലീറ്റ് ആഡംബരം കൊടുത്തു, ആഡംബര സൗകര്യങ്ങൾ കൊടുത്തു, സമ്പത്ത് കൊടുത്തു. ആ സമ്പത്ത് അയാൾ ദാനധർമ്മങ്ങളിലൂടെ അയാൾ വിനിയോഗിച്ച് അയാൾ ആ പരീക്ഷണത്തെ അതിജീവിച്ചു. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുള്ള പരീക്ഷണമാണ് പറയുന്നത്. മറ്റൊരാള് ദാരിദ്ര്യത്തിലും അസുഖം കൊണ്ടും രോഗത്തിലും വലഞ്ഞ് അയാൾ കഷ്ടപ്പെട്ട് പരീക്ഷിച്ച് ആ ദുരിതമൊക്കെ അനുഭവിച്ചു. എന്ത് സ്ഥാനം മറ്റാൾ ഇവിടെ സുഖമായിട്ട്. അപ്പൊ ഏതാ ഏറ്റവും വലിയ പരീക്ഷണം? സമ്പത്തോടുള്ള പരീക്ഷണം അല്ലേ? സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണം അല്ലേ? അതായത് വഴിതെറ്റി പോകാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് വഴിതെറ്റി പോകാതെ ആ സമ്പത്തൊക്കെ ദൈവത്തിന്റെ മാർഗത്തിൽ തന്നെ. സമ്പത്ത് ഉണ്ടെങ്കിൽ ആൾക്കാർ വഴിതെറ്റി പോകാണ്ടിരിക്കുക ചെയ്യുന്നു. അല്ല, സമ്പത്ത് ഉണ്ടെങ്കിലാണല്ലോ ഇപ്പൊ ഏറ്റവും മ്യൂസിക് ആയാലും കള്ളുകൂടി ആയാലും വ്യഭിചാരായാലും എല്ലാ ചൂതാട്ടായാലും എല്ലാം ചെയ്യാനുള്ള സൗകര്യം അയാൾക്കുണ്ടല്ലോ. അയാളതൊന്നും ചെയ്യുന്നില്ല, കൺട്രോൾ ചെയ്യാണ്. എന്നിട്ട് ഇത് മൊത്തം ദാനധർമ്മം ചെയ്യാണ്. മറ്റേ ആളടുത്ത് അതൊന്നും ഇല്ല, അതുകൊണ്ടാണ് അയാൾ പോയില്ല. ഇതിൽ ഏതിനാണ് കൂടുതൽ കൂലി കൊടുക്കേണ്ടി വരിക പഠിച്ചോൻ? അല്ലേ? നിങ്ങൾ പറയേ, നിങ്ങളെ ലോജിക്ക് പറയേ. ഇപ്പൊ നമ്മളെ ചുറ്റുപാടുള്ള സമ്പത്തുള്ള ആൾക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മരിച്ചു ചെന്നിട്ടൊരു നീതി നടപ്പിലാക്കൽ എന്നൊരു സാധനം ഇല്ല. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ചോദിക്കട്ടെ, മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അഥവാ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ മക്കളും നമ്മളും ഒരു കാലത്തോടൊന്നും രക്ഷപ്പെടാത്ത നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലതല്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. അതിന് അഥവാ ഉണ്ടെങ്കിൽ എന്നൊരു കൺസെപ്റ്റേ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അല്ല, ഞാൻ നിങ്ങളോട് പറയാണ്, അങ്ങനെ വിശ്വസിച്ചാല് ഇപ്പൊ വേറൊന്നും ഇപ്പൊ നിങ്ങൾ ആൾക്കാരെ തെറ്റി നമ്മളിത് ലോട്ടറി എടുക്കൊന്നല്ലോ. ഇപ്പൊ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണ ടോസ് ഇട്ട് തീരുമാനിച്ചല്ലോ. മനസ്സിലായി? ഞാനിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് തല വീണ ദൈവമല്ല, പിന്നെ വാല് വീണ ദൈവമുണ്ട്, അങ്ങനെ തീരുമാനിച്ചല്ലോ ഈ മതം സ്വീകരിക്കണോ ഇല്ല എന്നുള്ളത് നമ്മുടെ ബോധ്യാണ്. ഇപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്നത്, ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഒരാളെ മുസ്ലിം ആക്കാനോ ഒരാളെ ഇതാക്കാനോ ഒന്നും ഞാൻ പോരല്ല, നമ്മളുടെ ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ജീവിച്ചത് നമുക്ക് നല്ല കാര്യങ്ങളല്ലാണ്ട് അതിനുകൊണ്ട് എന്താ ദോഷമുള്ളത്? എന്തോരം ദോഷങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും. ഇപ്പൊ പണ്ട് ഈ ഇടക്കാലത്ത് ഒരാളോട് നിങ്ങൾക്ക് അടിമത്തം തെറ്റാണെന്ന് കനപ്പിച്ച് പറയാൻ പറ്റൂല, സ്ലേവറി പോലും തെറ്റാണെന്ന് കനപ്പിച്ച് പറയാൻ പറ്റില്ല. സ്ത്രീകളോടുള്ള അവിവേകത്തെ ന്യായീകരിക്കേണ്ടി വരും. കുട്ടികളോടുള്ള ഇപ്പൊ ഈ അടുത്ത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇറ്റലിയിൽ നിന്നാണ് തോന്നുന്നു ഒരു പാകിസ്ഥാനി സ്കോളറെ അവിടുന്ന് നാട് കടത്തി. ഒറ്റ കാരണമുള്ളൂ, പെൺകുട്ടികളെ വിവാഹപ്രായത്തിനെ കുറിച്ച് അയാള് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വീഡിയോ പുറത്തു വന്നു. അയാൾ ഒന്നും ചോദിക്കും പറയും കൂടെ ചെയ്തില്ല, അയാളെ നേരെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്തു. ഇറ്റലിയിൽ സംഭവിച്ചതായിട്ടൊരു വാർത്ത ഞാൻ വന്ന് കണ്ടതാണ്. അതെന്താന്ന് വെച്ചാല് 6 വയസ്സുള്ള പെൺകുട്ടീനെ കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ലാന്ന്, 9 വയസ്സ്
ഹൈൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഓള് പ്രായപൂർത്തിയായി, ഓളെ ഇനിയിപ്പോ 40 വയസ്സോ 50 വയസ്സോ 80 വയസ്സുള്ള ഒരു കിളവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമില്ലാന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കാൻ നിങ്ങൾ കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരാൾക്ക് കഴിയണമെങ്കിൽ അത് ഈ മതം മാത്രം ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. വേറെ ഒരു മനുഷ്യനും ഈ മതത്തിന്റെ സ്വാധീനം ഇതിനെ ന്യായീകരിക്കാൻ ബാധ്യതയില്ലാത്ത ഒരു മനുഷ്യനും ഇത്തരം ന്യായീകരണങ്ങൾ നടത്തൂല. അപ്പൊ മനുഷ്യന്റെ നൈസർഗികമായിട്ട് എന്താ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല്, മനുഷ്യർ ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ധാർമ്മികത, മൂല്യബോധം, അറിവ് എന്നൊക്കെ പറയുന്ന സാധനം ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള വികാസത്തിനനുസരിച്ച് അത് എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോ ഇപ്പോൾ ഈ 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ജീവിതക്രമത്തെ 21-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിട്ടുള്ള മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള പുരോഗതി, ധാർമ്മികമായിട്ടുള്ള ചിന്തയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി, നമ്മളുടെ മൂല്യബോധത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി, ഇതിനെ ഒന്നും പരിഗണിക്കാതെ ആ പണ്ടത്തെ കാലത്തെ നിയമം മാത്രം കെട്ടിപ്പിടിച്ചിരിക്കേണ്ടി വരും. പുതിയ മൂല്യങ്ങളെ, പുതിയ നന്മകളെ സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ സ്ത്രീ പുരുഷ തുല്യത ഒരു വിശ്വാസിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. മനസ്സിലായോ? സ്ത്രീകളെക്കാലത്തും പുരുഷന്റെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിട്ടാണ് ഇസ്ലാം വിവക്ഷിച്ചിട്ടുള്ളത്. ഇസ്ലാം അംഗീകരിക്കുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ പങ്കാളിയെ അയാൾക്ക് തുല്യ അന്തസ്സുള്ള ഒരാളായിട്ട് കാണാൻ കഴിയില്ല, അവകാശങ്ങളുള്ള ഒരാളായിട്ട് കാണാൻ കഴിയില്ല. അതാണ് പ്രശ്നം. അപ്പൊ മനുഷ്യര് നമ്മൾ ഇന്ന് ആർജിച്ചിട്ടുള്ള അറിവ്, നമ്മൾ ആർജിച്ചിട്ടുള്ള എന്താ പറയാ ഈ പറയപ്പെടുന്ന മൂല്യബോധം, ആ മൂല്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഈ മതം മനുഷ്യനെ തടയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ? ഇപ്പൊ ഇതുവരെ കേട്ടില്ല, ഇനി പറയും. ഹലോ, കേട്ടാ. പിന്നെ എന്റെ മകനെ ഇപ്പൊ ഒരു ഹാഫിദാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതെന്താ, ദുനിയാവിലുള്ള ഹാഫിദ്, ഇപ്പൊ എന്റെ ഒന്നിച്ചിട്ട് ഹാഫിദീങ്ങളെല്ലാം ഉണ്ട്. അവരെ സ്വഭാവ ശുദ്ധിയും ബാക്കിയുള്ളതിനേക്കാളും ബെറ്റർ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്താ നിങ്ങൾ ഈ സ്വഭാവ ശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കണേ? ഒരാളൊരു ഗ്രന്ഥം കാണാതെ പഠിച്ച, ഒരു മിനിറ്റ്, ഒരു ഗ്രന്ഥം കാണാതെ പഠിച്ചാൽ ഒരാളുടെ സ്വഭാവം എങ്ങനെ മാറുക? അത് മൊത്തത്തിൽ ആറ്റിറ്റ്യൂഡ് അവരെ മാറുന്നുണ്ട്. എന്താ ആറ്റിറ്റ്യൂഡാ മാറുന്നത്? ഒരാളോട് സംസാരിക്കുമ്പോഴുള്ള മിതത്വം, മാറ്റം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള്. ഞാൻ ഹാഫിളല്ല, ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോ മിതത്വല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇതുണ്ട് അങ്ങനെ എല്ലാവരും ഇപ്പൊ ഒരേപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ. അതിപ്പോ ഹാഫിളുമാരെല്ലാരും ഒരേപോലെയാണോ? അല്ല, ഞാൻ കണ്ട ഇപ്പൊ ഹാഫിളുകളെല്ലാം ഞാൻ ഈ അടുത്ത് കണ്ടൊരു ന്യൂസ് പേപ്പറിൽ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കൊടുന്ന ഒരു മൗലവി ഹാഫിളായിരുന്നു. സ്വർണം കടത്തിൽപ്പെട്ട ഒരാള്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതൊന്നും അല്ലെന്ന് മനുഷ്യന്റെ മൂല്യബോധത്തെ നിർണ്ണയിക്കുന്ന ഒരാള് അറബിയിലുള്ള ഗ്രന്ഥം കാണാതെ പഠിച്ചല്ലേ എന്നുള്ളതൊന്നല്ല. അപ്പൊ നമുക്ക് ആ പഴയ കാലത്ത് തന്നെ ജീവിച്ചാ പോരെ? ഏത് കാലത്ത്? അതായത് ഈ മറ്റേ ദ്വീപിലത്തെ ആൾക്കാര് പറഞ്ഞില്ലേ, നമ്മൾ അതേപോലെ തന്നെ അതേപോലെ ജീവിക്കലല്ലോ. അല്ല, അതേപോലെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ നൂറ്റാണ്ടിന്ന് ഒരു മനുഷ്യ സമൂഹം ആർജിച്ചിട്ടുള്ള 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് വരെ ആർജിച്ചിട്ടുള്ള ഒരു പുരോഗതി വെച്ചിട്ട് അത് കണ്ടിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവിടെ ഹത്തം തീർത്തിട്ട് നമുക്ക് ഇങ്ങനെ ലോകാവസാനം വരെ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന സാധനത്തിന്റെ പേരാണ് ഈ മതം. അപ്പൊ ഈ 6 രാജ്യത്ത് ഒറ്റ ഹിന്ദുക്കൾ പോലും ഇല്ലാണ്ട് എല്ലാവരും മുസ്ലിമായി റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ട്? ഏത് രാജ്യത്ത്? GCC രാജ്യങ്ങളിൽ. GCC രാജ്യങ്ങളില് അത് ഇസ്ലാം അവിടെ രൂപീകരിക്കപ്പെട്ട സമയത്ത് ഇറങ്ങിയിട്ടുള്ള വചനങ്ങൾ നിങ്ങൾക്ക് അറിയോ? മുഹമ്മദ് നബിന്റെ ഒരു ഹദീസ് ഉണ്ട്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ജൂത ക്രിസ്ത്യാനികളെ ഞാൻ കെട്ടിക്കും, മുസ്ലിങ്ങളല്ലാതെ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കൂലെന്ന്. അങ്ങനെ പറഞ്ഞ പിന്നെ അവിടെ എങ്ങനെ മനുഷ്യന്മാരുണ്ടാവുക, വേറെ മതക്കാര്? എന്നിട്ട് അവിടെ ഉണ്ട്. ഈ കാലത്ത് എങ്ങനെ മാറുക? നിങ്ങൾ സൗദി അറേബ്യ പോയിട്ട്, ഇപ്പൊ ഭയങ്കര പുരോഗതിയുള്ള രാജ്യമാണല്ലോ സൗദി അറേബ്യ അല്ലെങ്കിൽ UAE. നിങ്ങളൊന്ന് പോയിട്ട് ഞാൻ ഈ മതം ഉപേക്ഷിച്ചു, ഞാൻ ഇനി ഹിന്ദു ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു നിങ്ങളോട് പ്രഖ്യാപിച്ചിട്ട് ഞാനിങ്ങനെ വേറൊരു കാര്യം ഞാൻ ആലോചിക്കലുണ്ട്. ഇപ്പൊ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ മറ്റേ മതസ്ഥരായ ആരുമില്ല. ഇത് മതത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമാണ് അവർ പഠിച്ച് പണ്ഡിതന്മാരാണ്. നമ്മളെ മുഷാവറയിലോ മറ്റോ അങ്ങനെയുള്ള ചെറിയ പ്രായം തൊട്ട് കുത്തി നിറച്ചാല് ആരും ആക്കാൻ പറ്റുവേ. നിങ്ങള് മുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു 500 കുട്ടികൾ എടുക്കുക. 500 കുട്ടികളെ ജനനം തൊട്ട് ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഈ 500 കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോയിട്ട് അതിലത്തെ 100 ആളെ ക്രിസ്ത്യാനിയും 100 ആളെ ഹിന്ദുവും
100 ആളെ ബുദ്ധനും 100 ആളെ ജൈനനും 100 ആളെ ജൈനനും ആക്കിയിട്ട് വളർത്തിയാല് ഓര് അതിന്റെ ആൾക്കാരേക്കാരം ഓര് മാറൊന്നുമില്ല. ഇവിടുന്ന് അള്ളാഹ്ക്കും മതത്തിനൊന്നും റോളും ഇല്ല. അത് മതം എങ്ങനെയാണ് ഇല്ലാന്ന് ചെറിയ കുട്ടികളെ കണ്ടീഷൻ ചെയ്യണ ആ കോലത്തിലായിരിക്കും ആ കുട്ടികൾ ഉണ്ടാവുക. മതം ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആൾക്ക് പിന്നെ അവരോട് സംസാരിച്ചാൽ ഇനി ഞാൻ എന്നല്ല ഒരു ഉസ്താദല്ല ഇപ്പൊ കുറെ ആളുകളോട് വന്ന് പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചോദിച്ചിട്ട്. ഞാൻ ചോദിക്കണത് അതങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിക്കണത്, നിങ്ങൾക്ക് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓക്കെ. മനുഷ്യന്റെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട് മതം അല്ല ഉണ്ടായിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യം പറയും. മതം ഓക്കെ, ഉണ്ടായേ മതം പറ്റുള്ളൂ. മതം വേണ്ട, എന്താണ് പക്ഷെ എന്തിനാണ് മതത്തിന്റെ മതം? മൂല്യങ്ങൾ അനുസരിച്ച് അല്ല, ജീവിക്കണം കൊണ്ട് മതത്തിനായിട്ടൊരു കുഴപ്പമില്ല. മതത്തിന്റെ മൂല്യങ്ങളൊക്കെ വളരെ നീചമായിട്ടുള്ള മൂല്യങ്ങളാണ്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. അത് അല്ല നിങ്ങൾ മതത്തിന്റെ മാത്രം അത് പ്രശ്നമല്ല. അത് ചിന്തിക്കാണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ എങ്ങനെയാണ്, എന്താണ് രാവിലെ മതത്തിന്റെ മൂല്യം? എന്താ ഇസ്ലാമിന്റെ മൂല്യം? ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ ഇപ്പൊ പറയില്ല, നമ്മൾ രാവിലെ എണീക്കുന്നു, എല്ലാവരും ഉം, ഉം, നിസ്കരിക്കുന്നു, ഖുർആൻ ഉം, ഓതുന്നു. ഉം, അത് ഫസ്റ്റ് പഠിപ്പിക്കുന്ന മദ്രസിൽ അദബ് എന്നാണല്ലോ. ഉം, ആദ്യത്തെ പാഠം അദബിൻ, ഉം, ഒരാളെ മര്യാദ, ഉം, അങ്ങനെയുള്ള മൂല്യങ്ങൾ അത് പഠിപ്പിക്കുന്നു. അപ്പൊ ഉം. നമ്മളെ പിള്ളേരെല്ലാം ബാക്കിയുള്ള ആളെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നു, ബാക്കിയുള്ള ആളെ റെസ്പെക്ട് ചെയ്യാനും വീട്ടുകാരോട് എങ്ങനെ മദ്രസയിൽ പഠിപ്പിച്ച കുട്ടികളും ഈ അദബ് എന്ന് പഠിപ്പിക്കുന്ന അതേ ഉസ്താദാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നത് മദ്രസയില്. ഈ അദബ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളുടെ കുട്ടികളെ ആ നാട്ടുകാരെ വീട്ടിൽ നിന്ന് ചോറും തിന്നിട്ട് ആ ഉസ്താദുമാരാണ് ഈ കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത്. പുറത്തു വരുന്ന വാർത്തകളുടെ എത്ര ഇരട്ടിയാണത്. അല്ല അപ്പൊ ഈ നിങ്ങൾ അദബ് മദ്രസയിൽ പഠിച്ചോണ്ടുണ്ടാവൂല. ഓക്കെ, അതൊക്കെ അദബിന്ന് മനസ്സിലായി. മദ്രസയിൽ പഠിച്ച അദബ് എന്നുള്ള വാക്ക് ഇപ്പൊ പഠിക്കും. നിങ്ങളെ ഞാൻ വേറൊരു യൂട്യൂബിൽ കണ്ട നിങ്ങളെ പറ്റി പറയുന്നത്, നിങ്ങളൊരു അതായത് നിങ്ങൾ ഭൗതികമായ ഇതിന് വേണ്ടിട്ട്, അതായത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി എന്തിന് ഓരോ കണ്ടന്റ് കിട്ടും, യൂട്യൂബ് വരുമാനം എന്തിന്റെ ഉണ്ടാവും. എന്തിന്റെ നിങ്ങൾ ഇത് ഭൗതികമായ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കാൻ പണിയെടുക്കാൻ അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ. അപ്പൊ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അതിനെന്താ നിങ്ങളെ അഭിപ്രായം? അതിപ്പോ നിങ്ങൾ പറയാതെ എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്, അതല്ല അല്ല, അങ്ങനെയൊന്നല്ല. അതൊക്കെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇല്ലാതാവുമ്പോ മുണ്ട് നോക്കി കാണിക്കാറില്ലേ, ആ പരിപാടിയാണത്. വേറെ ഒന്നുമല്ല, സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ ആശയപരമായിട്ട് ഇപ്പൊ ഫണ്ട് ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ഇതാണ് നല്ലത്, ഓൺലൈൻ മജ്ലിസ് ആണ് നല്ലത്, നിങ്ങൾ പറയും, നിങ്ങളെ അഭിപ്രായം പറയും. ഓൺലൈൻ മജീസിന്റെ കഥ അത് തന്നെയാണ്. അല്ല, ഏതാണ് എളുപ്പം? എന്റെ ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്നൊക്കെ. എന്റെ ഈ ബുദ്ധി, എന്റെ ഈ സംസാരിക്കാനുള്ള ശേഷിയും വെച്ചിട്ട്, ഒരു മിനിറ്റ്, എന്റെ ഈ സംസാരിക്കാനുള്ള കഴിവും വെച്ചിട്ട്, എനിക്ക് ഇസ്ലാമിലുള്ള ഈ അറിവും വെച്ചിട്ട് ഞാൻ മജ്ലിസ് ഒരു മിനിറ്റ്. ഇപ്പൊ കേക്കുണ്ടോ? ഇപ്പോഴോ? ഹലോ, കേക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, എന്റെ ഈ റേഞ്ച് വെച്ചിട്ട്, എന്റെ ഈ അവസ്ഥ വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ നല്ലത് ഇസ്ലാമിനെ വിമർശിക്കലാണോ ഒരു ഓൺലൈൻ മജ്ലിസ് തുടങ്ങലാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. ഏതിലെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുക? അല്ല, ഏതിലെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും? നിങ്ങളെ അറിവില് ഏതാ കൂടുതൽ പൈസ കിട്ടുക? യൂട്യൂബിന്റെ വരുമാനം വിടി. യൂട്യൂബിന്റെ വരുമാനമല്ല ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ തന്നെ ഈ യൂട്യൂബിന്റെ വരുമാനം അല്ലാത്തതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഏതിലാണ് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുക? എന്റെ നാട്ടുകാരന് അല്ലേ? അപ്പൊ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ചെയ്താൽ പോരെ? ഇത്രയൊന്നും ആൾക്കാരോട് തല്ലുണ്ടാക്കണ്ടല്ലോ. അല്ല, ഓൺലൈൻ മജ്ലിസ് നടത്തി കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓൺലൈൻ മജ്ലിസ് നടത്തുമ്പോഴത്തെ ഗുണം എന്താ? ഒന്ന്, ഇപ്പൊ പഴയ ആൾക്കാരെ ശത്രുതയും വെറുപ്പൊന്നും ഇല്ല. ചില മൗലവിമാര് ചിലവര് വിമർശിക്കും, അതൊന്നും കാര്യം. നൂറെ ഹബീബി, അതാ പറഞ്ഞേ, കോടികള് എടുത്ത് അമ്മാനാടുന്നത്. പിന്നെ വേറെ ആളുണ്ടല്ലോ, ഞാനിവിടെ അതെ, ഞാനിവിടെ എന്താണ് ചക്രസാസം വലിക്കാണ്, മുക്കറ ഇട്ടോണ്ടിരിക്കാണ് കടവും പ്രശ്നങ്ങൾ തീർക്കാന്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ എന്താ വെച്ചാല് നമ്മള് ഉത്തരം ഇല്ലാണ്ടാവുമ്പോ പിന്നെ വ്യക്തി അധിക്ഷേപം നടത്തുക, അയാള് ഇന്റഗ്രിറ്റി തകർക്കുക എന്നിത്യാദി കലാപരിപാടികൾ ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലോ. ഓൻ അങ്ങനത്തോനാണ് ഇങ്ങനത്തോനാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയാൾക്ക് ഇപ്പൊ ഇന്നോവയും സ്ഥലവും ഒക്കെ ആയല്ലോ, വലിയ നിലയിലായി.
ആളൊക്കെ വലിയ നിലയിലായി. അതെ. പിന്നെ ഇതിനാരും വിമർശിക്കുന്നില്ല സംഘടനകൾ. അതൊക്കെ അതിനെ വിമർശിച്ചാലും കുഴപ്പമില്ലെന്ന്. ഇപ്പൊ സംഘടനകൾ ആരെങ്കിലും വിമർശിച്ചു, ഇപ്പൊ നൂറ ഹബീബിനെ ഇഷ്ടംപോലെ ആൾക്കാർ വിമർശിച്ചു. പക്ഷെ അതൊക്കെ അയാൾക്ക് കൂടുതൽ മാർക്കറ്റിങ്ങും കൂടുതൽ ആളുകളെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അടിയിലൊന്നും ആൾക്കാർ തെറി വിളിക്കണ്ട അങ്ങനെ കമന്റ്. തെറി വിളിച്ചോട്ടെ, തെറി ഇപ്പൊ 2 കമന്റിൽ തെറി വിളിച്ചാ എന്താ? എത്രയോ ഉമ്മമാരാണ് കല്യാണം കഴിഞ്ഞ മക്കൾക്ക് കുട്ടികളുണ്ടായ സന്തോഷത്തില് 1 പവനും 2 പവനും 3 പവനായിട്ട് ഉസ്താദിനെ കാണാൻ പോകുന്നത്. അത് കുട്ടികൾ ഉണ്ടായിട്ടാണല്ലോ, അവിടെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലേ. കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടാകും മോലിയരൊക്കെ വേണോ? അങ്ങനല്ല ഒരു 5 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞ് കുട്ടികളില്ല, അവരെ മജ്ലിസിൽ പോയിട്ടാണ് ഉണ്ടായെന്നുള്ള വിശ്വാസം 10 വർഷത്തിന് ശേഷം ഒരാൾക്ക് ഉണ്ടാണെങ്കിലോ മജ്ലിസിൽ പോകാതെ 10 വർഷം കുട്ടികൾ ഉണ്ടാവുന്നതിന് കുറെ കാര്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ഉണ്ടാവാൻ സമയമെടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പല മൂല്യന്മാരെയും ഒക്കെ കാണും. പക്ഷെ കുട്ടികൾ ഉണ്ടാവേണ്ട സമയമാകുമ്പോൾ കുട്ടികൾ ഉണ്ടാവും. അതിന്റെ ആ ശാരീരിക പ്രതിസന്ധിയുടെ മറികടക്കുന്ന സമയത്ത് അനുകൂലമായൊരു ഘടകത്തിൽ ആ കുട്ടികൾ ഉണ്ടാവും. അത് ഉസ്താദ് ഇവിടെ നിന്ന് തോർന്നിട്ടൊന്നല്ല. ഉസ്താദ് തോർന്നിട്ടാണെങ്കിൽ 10 കൊല്ലൊന്നും വേണ്ടല്ലോ. ആദ്യത്തെ കൊല്ലം തന്നെ ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ 2ാമത്തെ കൊല്ലം ഉണ്ടാവണ്ടേ. അപ്പൊ നിങ്ങളോട് ഞാൻ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിപ്പോ ഇത് അഥവാ സ്വർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മുർത്തതാക്കിയത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആരും മുർത്തതാക്കാൻ നടക്കണില്ല. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മുർത്തതായവരൊക്കെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അള്ളയും സ്വർഗമൊന്നും ഒരു എന്താ പറയാ, അങ്ങനെ അഥവാ ഉണ്ടെങ്കിലോ എന്നുള്ള സംഭവത്തിനൊന്നും ഒരു സാധ്യതയില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ പോലെ ചിന്തക്ക് പോലുള്ള സാധനമില്ല. ഇതൊക്കെ പേടിയുള്ള ആൾക്കാർക്ക് വിശ്വാസം പറയണത് ഈ മതത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുകയും എന്നാൽ ഇത് വിട്ട് കളിക്കാൻ ധൈര്യമില്ലാത്ത ആളുകളുടെ ഒരു അഭയസ്ഥാനം മാത്രമാണ് എങ്ങാനും ബിരിയാണി കൊടുക്കേണ്ടത്. അവരും അക്ഷരാർത്ഥത്തിൽ അതായത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അവരും മുർത്തദ്ദുകളാണ്. പിന്നെയാണ് ഇപ്പൊ നമ്മൾക്കും കുറെ തെറ്റുകൾ വന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിഗത ചെറിയ തെറ്റ്, പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വലിയ തെറ്റാണ്. അപ്പൊ ഈ സ്വർഗം നരകം ഇല്ലാണ്ടെന്നെങ്കിൽ അതൊന്ന് രക്ഷപ്പെടാന്നുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതെങ്ങനെയാണ്? അതൊക്കെ എത്ര ബാലിശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരാൾക്ക് സ്വർഗം നരകമൊക്കെ ഉണ്ട് എന്ന് വിശ്വാസമുള്ള ഒരാള്, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് അയാൾ സ്വയം പറഞ്ഞാൽ അയാൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് അയാൾ വിചാരിക്കും? അയാൾക്ക് തോന്നുമോ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഭയങ്കര തെറ്റിദ്ധാരണയാണ്. പിന്നെ അതേമാതിരി പല മൂല്യന്മാരും പറഞ്ഞിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടും വിശ്വസിക്കാത്ത ആൾക്കാരെന്ന്. അങ്ങനെ ആൾക്കാരുണ്ടോ? അതായത് അള്ളാഹു, ഇപ്പൊ ഇബ്ലീസിന്റെ കാര്യം എടുക്കാം നമ്മള്. ഇബ്ലീസ് അള്ളാഹിനെ ധിക്കരിക്കുന്ന അള്ളാന്റെ ഹളറത്തുനിന്നാണ്, അള്ളാന്റെ മുമ്പില്. അങ്ങനെ ഒരു ധിക്കാരം സംഭവിക്കുവോ? അല്ല, അത് ഞങ്ങൾ പറയുന്നത് കേട്ടിരിക്കുന്നത് ഇബ്ലീസാണ് ആദ്യം, അതായത് പിന്നെ അതിന് ശേഷം ഇബ്ലീസ് രണ്ടാമത് കേറിയതാണെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ആൾക്കാർ മുർത്തദ്ദാവണു, വിശ്വസിച്ചില്ല, മുശ്രിക്കായി എന്നൊക്കെ പറയണത് ഓൽക്ക് അള്ള ഉണ്ടോ ഇല്ലേന്ന് അറിയാത്തോണ്ടാണല്ലോ എന്ന് വിചാരിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് വേണ്ടിട്ട്. ഇബ്ലീസ് അള്ളാനെ കണ്ണിന്റെ നേരെ കണ്ടോണ്ട് നിക്കണ ഇബ്ലീസ് അള്ളാനെ ധിക്കരിക്കോ? എന്ത് നേട്ടത്തിന് വേണ്ടിട്ട് ഇബ്ലീസ് ചെയ്യണേ? അപ്പൊ ഇതൊക്കെ ഒരു ലോജിക്കും ഇല്ലാത്ത കഥകളാണ്. ഒരു ലോജിക്കും ഇല്ലാത്ത കഥകള്. അതൊക്കെ വിശ്വസിക്കാൻ ബാധ്യതപ്പെട്ടവരായി പോയി. ഞാൻ ചോദിക്കണത് എന്ത് വിശ്വാസത്തിന് നമ്മളൊരു കോമൺ സെൻസ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട് പടച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി വന്നിട്ടില്ലേ? നിങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട് ഒരു മിനിറ്റ്. അങ്ങനെ പടച്ചോൻ തന്ന ബുദ്ധി വന്നോണ്ട് നിങ്ങൾ പടച്ചോന് ശുക്ർ മാത്രല്ലല്ലോ, ബുദ്ധി കൊണ്ട് ചിന്തിക്കും വേണ്ടേ, ഉപയോഗിക്കും വേണ്ടേ? ആ ബുദ്ധി വെച്ചിട്ട് നിങ്ങൾ പറയും ദൈവത്തിനെ നേർ കണ്ടോണ്ടിരിക്കുന്ന ഒരാള് ദൈവത്തെ നിഷേധിക്കോ, ധിക്കരിക്കോ? അതാ നിങ്ങളോട് എങ്ങനെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് മറുപടി ഒന്നും ഇല്ല. നിങ്ങൾ വലിയ ഉസ്താദ്മാർ വരെ ചോദിച്ചിട്ട് നിങ്ങളോട് പറയാൻ പറ്റില്ല, പിന്നെ നമ്മളെന്ത് പറയാനാ? അതാണ്, സിമ്പിളാണ്. അതെന്തുകൊണ്ട് ഉത്തരം പറയാൻ പറ്റാത്തത്? ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടൊന്നല്ല, അതിന് ഉത്തരമില്ല എന്നുള്ളതാണ്. ആ ആശയത്തിന്റെ പ്രശ്നമാണ്, നിങ്ങളെ പ്രശ്നമല്ലത്. ഈ കഥ മെനഞ്ഞുണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ ലോജിക്കലായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു കാലഘട്ടം വരുന്നൊന്നും അറിയില്ല. അതാ അവിടെ കുറച്ച് പെണ്ണുണ്ട്, കുറച്ച് സമ്പത്തുണ്ട്, വരും പോകാന്ന് പറയുമ്പോ എല്ലാരും ഒരാളാണോ 9 ആളാണോ എന്നുള്ളത് പ്രസക്തമേ അല്ല.
കാലക്രമേണ ഉണ്ടായി വന്നതാണോ എന്നുള്ളതും പ്രസക്തമല്ല. എല്ലാ മതങ്ങളും മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. എല്ലാ മതങ്ങളും. അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഞമ്മക്കൊരു ഇപ്പൊ വിശ്വാസം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിക്ക് നിങ്ങൾ ഈ പറയുന്നത് റസൂദാനെ അപേക്ഷിക്കുന്നത് മാരിയത്തുൽ കിപ്തിന്റെ കഥ പറയുന്നൊക്കെ ഒരു അതൊന്നും ആക്ഷേപമല്ല, അതൊക്കെ ഇസ്ലാമിലുള്ളതല്ലേ, അതൊക്കെ ഉള്ളതല്ലേ. നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയൊന്നുമല്ല. ഇപ്പൊ ആയിഷനെ കുറിച്ച് സഫ്വാൻ ആയിഷ എന്തിന് പിന്നെ അള്ളില്ലാന്ന് പറയുന്നതല്ല നമ്മളെ പണി. ഞാൻ പറയണത് നിങ്ങൾ ഉണ്ട് എന്ന് പറയണ അള്ള മനുഷ്യന്മാരുടെ ഇടയിൽ കാണിക്കുന്ന മുസീബത്താണ് നമ്മളെ പ്രശ്നം. അപ്പൊ മുഹമ്മദ് എന്ന ഒരാൾ ജീവിച്ചിട്ടേ ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. മുഹമ്മദ് ജീവിച്ചാലും ഇല്ലെങ്കിലും മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ പേര് പറഞ്ഞുവിടാനുള്ള പ്രത്യയശാസ്ത്രം മനസ്സിലായോ? ഇപ്പൊ കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ആളുകള് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന്മാര് ജനിച്ചിട്ടേ ഇല്ല എന്ന് വിശ്വസിച്ച പോലെ പ്രശ്നം തീരുമല്ലോ. ആ ആശയം ഇവിടെ ഉണ്ട്. ആ ആശയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ അത് മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു, ഇതല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് പിന്നെ ഈ ഓൺലൈൻ മജ്‌ലിസിനൊക്കെ പറഞ്ഞ അതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് സൂക്ഷ്മമായി വീക്ഷിക്കുമ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനം സാമ്പത്തികമായിട്ടാ പോവാ. ഇതിപ്പോ അങ്ങനെയാണതേ. എന്നിട്ട് ഓലെന്നെ പിറ്റത്തെ വീഡിയോയിൽ പറയും ഇതൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരൊക്കെ സാമ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണതെന്ന് പറയും ചെയ്യും. അതാണ് എന്റെ പ്രശ്നം. പിന്നെ വേറൊന്നുണ്ട്. ഇപ്പൊ കുറെ ഞാൻ ഒരു ഓൺലൈൻ മത്സരം പങ്കെടുക്കുമ്പോ അവിടെ കുറെ വീടുകളൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിലുള്ള ആളോട് സംസാരിച്ചിട്ട് അയാളോട് ഞങ്ങൾക്ക് ഒരു 1200 വീടിന്റെ തറ ഇട്ടിട്ട് അത് ഫുള്ളാക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇയാളോട് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു, ചോറ് വെക്കുന്നത്. അതൊന്നും അവര് ചെയ്തു തരൂലെന്ന് പറഞ്ഞു. അതായത് അവിടെ ക്യാൻറ്റീനിൽ പണിയെടുക്കുന്ന ആൾക്കില്ല, ബാക്കി 500-1000 വീടുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ക്യാൻറ്റീനിൽ പണിയെടുക്കുന്ന ആൾക്ക് വീടൊക്കെ വെച്ചു കൊടുത്ത ആൾക്ക് ജോലിയായി വിചാരിച്ചോ? അയാള് മറ്റേ എന്താ രമേശം സ്വാമിക്ക് വീട് കിട്ടിയപ്പോ പോയ പോലെ പോവും. അതേ സമയത്ത് നാട്ടുകാർക്ക് വീട് വെച്ചു കൊടുത്താൽ പരസ്യം ചെയ്താൽ ഇയാള് കാലാകാലം ഈ അടുക്കളയിൽ നിന്ന് പണിയെടുക്കും ചെയ്യും, പരസ്യം നടക്കും ചെയ്യും. മനസ്സിലായോ? പിന്നെ ഇവര് വീട് വെച്ചു കൊടുക്കണത് ഇങ്ങനെ നാട്ടുകാരിൽ നിന്ന് പിരിക്കുന്ന പൈസയിൽ നിന്ന് വീട് വെച്ചു കൊടുക്കണത് എന്തിനാ? നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഉസ്താദ് എന്ന് പറഞ്ഞ കൂടുതൽ ആളുകളും കൂടുതൽ പൈസ കൊടുക്കാനാണ് അല്ലെ? എത്ര ശതമാനം പോലെ ഉപയോഗിക്കണ്ടോ? ഞാൻ പറയട്ടെ, 20 വീട് വെച്ച് ആ 20 ആൾക്ക് വീട് കിട്ടിയല്ലോ. അങ്ങനെ അതിലും സംശയമൊന്നുമില്ല. അതിന് 200 ആൾക്ക് വീട് വെക്കാനുള്ള പൈസ അയാളുടെ കയ്യിൽ എത്തുമ്പോഴാണ് 20 ആൾക്ക് വീട് വെച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ 20 ആൾക്കാർ ഒരു രക്ഷപ്പെട്ടില്ലേ? അതിന് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പൈസ അതെന്ന്. അതായത് ദീനം മാറാനും ജയിലിൽ കിടക്കുന്ന ആൾക്കാർ പുറത്തിറങ്ങാനും മാറാരോഗം ആയിട്ട് കിടക്കുന്ന ഭാര്യ എഴുന്നേറ്റ് നടക്കാനും വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യന്മാര് കൊടുക്കുന്ന പൈസയാണെന്ന്. അവരുടെ ആ കാര്യമാണ് നടക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറയാം, ദുരിതം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്മാര് അതിന്ന് മറ്റേ ലോട്ടറി ടിക്കറ്റ് എടുത്താ പോരെ? എത്ര ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ഓരോ ലോട്ടറിയില്? എങ്ങനെ മനസ്സിലായിട്ട് അത് എന്തിനാ പറഞ്ഞാണ്? അതായത് ഈ ഉസ്താദിന് എന്തിനാ ആൾക്കാർ ഈ ഉസ്താദിന് എവിടുന്ന പൈസ കിട്ടുന്നത്? ഉസ്താദിന് ആൾക്കാർ കൊടുക്കുന്നതന്നെയാണ്. എന്തിനാ ഉസ്താദ് ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നത്? അവരെ കഷ്ടപ്പാട് മാറാന് അല്ലെ, അവരെ ദാരിദ്ര്യം തീരാന്, രോഗം മാറാന്, വീടില്ലാത്തതിന് വീടുണ്ടാവാൻ വേണ്ടി ദ്വാർക്കാന് അല്ലെ? ഇങ്ങനെ കൊടുക്കുന്ന പൈസയും വെച്ചിട്ടാണ് ഇയാൾ ഈ കളി ചെയ്യണത്. ഞാൻ പറഞ്ഞത് ഇതന്നെയല്ലേ ലോട്ടറി ടിക്കറ്റ്. അത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആൾക്ക് അതല്ല വിശ്വസിക്കണം എന്നുള്ള നിർബന്ധമാണ്. അത് പിന്നെ അതാ പറഞ്ഞേ. ഇതിനേക്കാളും ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിലെ പണ്ട് കുറിക്കല്യാണം ഉണ്ടായിരുന്നു, കുറിക്കല്യാണം. അത് മനസ്സിലായെങ്കിൽ അതിലാവുമ്പോ ഇടനിലക്കാരും തട്ടിപ്പേരൊന്നുമില്ല. ഇതിനേക്കാളും നല്ല കുറിക്കല്യാണല്ല. ഇന്നത്തെ പോയിന്റ് രണ്ടേ ഉള്ളൂ. ഒന്ന്, നമ്മ ഇനി ഇങ്ങനെ നല്ലോണം ഇപ്പൊ നമ്മ ഒരു ഇസ്ലാമികമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കാഴ്ചപ്പാടില് നമ്മ നിസ്കരിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ആൾക്കാരെ സഹായിക്കുന്നു, അല്ലാണ്ട് ഒരാളെ മുസ്ലിം ആക്കാനോ ഒരാളെ കൊല്ലാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പോകുന്നു. നമ്മ ജീവിക്കുന്നു, ഓക്കെ, നോർമലായി ഒരാൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നു. പിന്നെ നമ്മളെ ഭാര്യയും ഇതെല്ലാം കുറച്ചും കൂടി മുസ്ലിം ആയാലും അവർക്ക് കുറച്ചും കൂടി നല്ല ഇതുണ്ടാവും. സാധാരണ ഒരെല്ലാവർക്കും ഉണ്ടാവും, കുറച്ചും കൂടി പഠിച്ചോനെ പേടി ഉണ്ടാവും. അപ്പൊ അവരും കുറച്ചും കൂടി നല്ല ഭാര്യമാർക്ക് പഠിച്ചനെ പേടി ഉണ്ടാവാനുള്ള ഗുണം എന്താ? ഭാര്യമാർക്ക് പഠിച്ചോണ്ട് അന്യപുരുഷന്മാരായിട്ട് സംസാരിക്കൂല, അവരായിട്ട് ഇതാക്കൂല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സംസാരിക്കുമ്പോൾ അവർ പഠിച്ചോനെ ഇത് തെറ്റാണല്ലോ എന്നുള്ള ബോധം അവരിലേക്ക് വരും. പഠിച്ചോനെ വിശ്വസിക്കാത്ത സ്ത്രീകളാണെങ്കിലോ? പഠിച്ചോനെ വിശ്വസിക്കുന്ന അതായത് ഞാനൊരു തെറ്റ് ചെയ്യും, ഒരാൾ മറ്റേ വിചാരത്തിലേക്ക് പോകുന്നുള്ളതല്ല ഞാൻ പറയുന്നത്.
ആ സംസാരം പോലും ഉണ്ടാവില്ല എന്നാ ഞാൻ സംസാരിച്ച എന്താ പറയുന്നത്. കുഴപ്പം? അന്യപുരുഷനായിട്ട് കണ്ടു സംസാരിച്ച എന്താ കുഴപ്പം? അത് കുഴപ്പമുണ്ടായിട്ടൊന്നല്ല, ഓരോരുത്തരെ ഇതല്ലേ. ഇപ്പൊ ഞാനോട് നിങ്ങൾ അന്യ സ്ത്രീകളായിട്ട് സംസാരിക്കാറില്ല? എന്നെ അന്യ സ്ത്രീകളായിട്ട് മീൻസ് അങ്ങനെ സംസാരിക്കലുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഇല്ല. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല, നിങ്ങളോട് വായിച്ചേക്കാനല്ലോ. അപ്പൊ ഞാൻ കാര്യം പറയണേ. ഞാൻ പറഞ്ഞത് നോക്ക്, നിങ്ങളെ ഭാര്യയെ കുറിച്ചുള്ള നിങ്ങളെ സങ്കല്പത്തിൽ ഈ മതം നിങ്ങളെ തലയിൽ കുത്തി നിറച്ച ഒരു വലിയ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നം, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, അവക്കൊരു പ്രശ്നമുണ്ട്. അതായത് രണ്ടാളും കൂടി രാവിലെ എണീക്കുന്നു, നിസ്കരിക്കുന്നു, അവള് വിളിക്കുന്നു 5:30 മണിക്ക്, എന്നിട്ട് ഒരു ചായ ഇടുന്നു, എന്നിട്ട് അതിനേതായ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളല്ലേ അത്. അങ്ങനെ കണ്ടീഷൻ ചെയ്തതാണേ. അങ്ങനെ കണ്ടീഷൻ ചെയ്തതാണ്. അവള് മക്കളെ നല്ലോണം നിങ്ങൾ ജനിച്ച് ജീവിച്ച് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന പോലെ എനിക്ക് ജോലിക്ക് പോകണം എന്ന് അവർ തോന്നി, നിങ്ങൾ എന്ത് ചെയ്യും? ആർക്ക്? നിങ്ങളെ വൈഫിന്. എന്റെ വൈഫ് ഇപ്പൊ പഠിക്കുന്നുണ്ട്, വൈഫ് ജോലിക്ക് പോയാൽ എന്താ പ്രശ്നം? അപ്പൊ അന്യപുരുഷന്മാരോട് സംസാരിക്കുമല്ലോ. അല്ല, അങ്ങനെ ഇപ്പൊ സംസാരിക്കും, ബിസിനസ് പരമായി സംസാരിക്കണ്ട, അങ്ങനെ ഇപ്പൊ ജോലിക്ക് എന്താണ് നിങ്ങളെ പ്രശ്നം? നിങ്ങൾ അന്യ സ്ത്രീകളോട് സംസാരിക്കണ്ട, നിങ്ങളെ ഭാര്യ അന്യപുരുഷനോട് സംസാരിക്കും. അല്ല, അതിൽ ഇസ്ലാമികപരമായിട്ടുള്ള കുറെ ഇതുണ്ടാവില്ല. നമുക്കൊരു ആ ഇസ്ലാമികപരമായിട്ട് ഇപ്പൊ നിങ്ങളെ ഭാര്യ പഠിക്കുന്നത് ലേഡീസ് ഓൺലിയുടെ കോളേജിലാണോ? അല്ല, അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ സ്കൂളിൽ പോയത്, ഒരു മിനിറ്റ്, ഇസ്ലാമികമായിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റൂലെന്ന് ഞാൻ അതല്ല നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി, നിങ്ങൾ കോളേജിൽ പോയില്ലേ? നിങ്ങൾ കോളേജ്, ഞാൻ പറഞ്ഞത് ഈ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത, മനുഷ്യന്മാരുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള ആശങ്കകളും അനാവശ്യമായിട്ടുള്ള ചിന്തകളും പടർത്തുന്ന ഒരു പ്രശ്നമാണ്. ഞങ്ങൾ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ +1 +2 പഠിക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ക്ലാസ്സിലിരുന്ന് മുസ്ലിം ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ പഠിക്കാൻ പാടുണ്ടോ? അങ്ങനെ അത് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളോട്. ഇസ്ലാമിന്റെ ഇപ്പൊ ആരും ജീവിക്കുന്നില്ല, അങ്ങനെ ഈ കാലത്ത് അതെന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് പ്രായോഗികമല്ല. ദൈവം, പക്ഷെ ഇസ്ലാമിനെ കുറിച്ചുള്ള അവകാശവാദം അത് എല്ലാ കാലത്തേക്കും സ്വീകാര്യോഗ്യമായ മതമാണെന്നാണ്. ദൈവം ഒരു മതം ഉണ്ടാക്കി, ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ഒരു 10 നൂറ്റാണ്ട് 15 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിലുള്ളതാവൂ? നിങ്ങൾ പറയും. അതിനൊന്നും മറുപടി, ഞാൻ 2 പോയിന്റ് പറയാം. അതന്നെ മറുപടി ഇല്ല. അതെന്തുകൊണ്ടാണ്? ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി ഇങ്ങനെ ഇസ്ലാമികമായി ജീവിക്കാൻ പറ്റുമെന്ന് വാശി പിടിക്കുകയും ഇസ്ലാമികമായി ജീവിക്കണം എന്ന് നിയമം ഉണ്ടാക്കുകയും ചെയ്യുന്ന 2 സ്ഥലമുണ്ട്. ഒന്ന് ഇറാനാണ്. ഇറാൻ ഇപ്പൊ വേറെ കുറെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂല് കിടക്കുകയാണ്. ഒരെണ്ണം അഫ്ഗാനിസ്ഥാനിന് സ്വതന്ത്രമായിട്ട് അവർ ഇസ്ലാമിക നിയമം ഇംപ്ലിമെന്റ് ചെയ്യാണ്. അടുക്കള ഭാഗത്തുള്ള ജനലിന്റെ ജനല് പോലും റോഡിന്റെ സൈഡിലേക്ക് മുഖമായിട്ട് വല്ല അടുക്കള ഭാഗത്ത് വല്ല ജനലോ തുളയോ ഉണ്ടെങ്കിൽ അത് അടച്ചിടുകയാണ്. പെൺകുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണ്ടെന്ന് പറയാണ്. ഇത് ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ പോവാണ്. ആ രാജ്യത്തെ കുറിച്ച് നിങ്ങളെ നിലപാട് എന്താണ്? അഫ്ഗാനിസ്ഥാനെ കുറിച്ച്? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്യാം. ഈ വലിയ കാര്യങ്ങൾ അങ്ങനെ ഒരു സാധനം അല്ല ഇസ്ലാം, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ചോയ്സിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, ചെറിയ പ്രായത്തിൽ കുത്തി നിറച്ച ഈ പേടി പ്രവർത്തിക്കുന്നുണ്ട്. ആ പേടിയാണ് പ്രശ്നം. പഠിക്കുമ്പോഴേ കതിർ കഥായിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ അന്നേ ചോദിക്കേന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാൽ എന്ത് കാര്യം? അപ്പൊ അത് അങ്ങനല്ലാതെ ഇങ്ങനെയാണ്. അത് വെറും ബടായിയാണ്. ഖദർ ഖലായിൽ ഒരു ഉസ്താദും സത്യം പറയില്ല, ഒറ്റ ഉസ്താദ് സത്യം പറയില്ല. അപ്പൊ നമ്മളെ ഒരു തുറന്നു വിട്ടേക്കാണ് ഭൂമിയിലേക്ക്. ആ തുറന്നു വിട്ട അപ്പൊ നമുക്ക് നല്ലത് ചെയ്ത് അങ്ങനൊക്കെ അതിനുള്ള ഒന്നും വരൂല. അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കുക പോലും ഇല്ല എന്നാണ് ഖുറാനിലുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ഹിദായത്ത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഹിദായത്ത് മാത്രമല്ല. അപ്പൊ നിങ്ങൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ തീരുമാനിക്കാമെന്ന് വിചാരിച്ചോ? ഞാനിത് പഠിച്ച് ഞാൻ ഹിദായത്തിലാവും എന്ന് നിങ്ങൾ തീരുമാനിച്ചാല്, അങ്ങനെ ആവുമെന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അത് അള്ളാഹ് വിചാരിക്കണം. അല്ല, അതങ്ങനെ ഫ്രീ ആയി തുറന്നു വിട്ടേക്കാണ്. ഫ്രീ ആയിട്ട് തുറന്നു വിട്ടിട്ടില്ല എന്ന് അള്ളാഹ് ഖുറാനിൽ പറയണു. അല്ല, പിന്നെ വേറൊന്നു ഞാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നേർമാർഗത്തിലാക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കും അള്ളാഹ് ഖുറാൻ പറഞ്ഞു. അല്ല, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഞാൻ മുസ്ലിം ഹിദായത്താക്കായിരുന്നു പറയണ്ടേ. എന്ന് പറഞ്ഞാൽ എല്ലാരും മുസ്ലിമാക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചില്ല എന്നാണ് അർത്ഥം.
പിന്നെ മുസ്ലിം ആവാത്തവരെ പിടിച്ച് നരകത്തിലിടാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടേനും. നിങ്ങൾ മുസ്ലിമായിട്ട് ജനിച്ച ഒരാളാണല്ലോ. അതെ, ഞാൻ മുർത്തദാണെന്ന് അള്ളാഹ് തീരുമാനിച്ചതാണോ അല്ലേന്ന് ഉസ്താദിനോട് ചോദിച്ചാൽ മതി. അള്ളാന്റെ തീരുമാനമാണോ അല്ലേ? ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അതിനുണ്ടെങ്കിൽ പിന്നെ അള്ളാന്റെ തീരുമാനമല്ലേ, നമ്മൾ എന്തിനാ പിന്നെ അതിനെതിരെ നിൽക്കുന്നേ? ഒന്നേക്ക് റസൂലുള്ളാഹിന്റെ അതും പിന്നെ നിങ്ങളോട് ഞാൻ പറയാനുള്ള ഇത് ഇപ്പൊ നമ്മക്ക് ഇപ്പൊ ഇങ്ങനെ ജനിച്ച് നിങ്ങളെ മക്കളാണെങ്കിൽ നമ്മളാണെങ്കിൽ എന്റെ മക്കളാണെങ്കിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ ജനിച്ചുകൊണ്ട് എനിക്ക് അള്ളാഹിനോട് ശുക്ർ ചെയ്യണം തോന്നലുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ കാണുമ്പോ പഠിച്ചോൻ എന്താ ഒരു അവസ്ഥ എന്നുള്ള ഇങ്ങനെ അത് ശാരീരികമായിട്ടുള്ള കാര്യങ്ങള് നമ്മളെ മുന്നേ ഒരു ക്യാമ്പൊക്കെ ഇപ്പൊ നമ്മളൊരു ക്യാമ്പ് ഒക്കെ നാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാണാം എത്ര ആൾക്കാർ അങ്ങനെ ഉള്ളത്. അപ്പോഴാണ് നമ്മള് ശരിക്കും ഒന്ന് പഠിച്ചോനെ വിളിച്ചു പോവാ. അത് ശരിക്കും തെറ്റല്ലേ? അതായത് മറ്റുള്ളവരുടെ ദുരിതം കാണുമ്പോ നമുക്ക് നമുക്ക് അള്ളാഹ് എന്തോരം സൗഭാഗ്യം തന്നു എന്ന് ആലോചിക്കുന്നത് ഒരു തരം തെറ്റായ ചിന്തയാണ്. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോ നമ്മളെ സൗഭാഗ്യോർത്ത് സന്തോഷിക്കുന്നത് ദുഃഖല്ലേ? തെറ്റല്ലേ? അങ്ങനെ സന്തോഷിക്കണം എന്നല്ലേ പഠിച്ചോൻ പറഞ്ഞത്? തെറ്റല്ലേ? ആര് പറഞ്ഞാലും അല്ലേ? നിങ്ങൾ പറയേ നമ്മളിപ്പോ അയലോക്കത്ത് നമ്മളെ വീട്ടിൽ കറണ്ട് പോയി, അപ്പൊ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ലാന്ന് അറിയുമ്പോ കിട്ടുന്ന ആശ്വാസം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അല്ല, അതില് വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ പോയില്ല കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മീറ്റർ ചെക്ക് ചെയ്താൽ നമ്മളെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ SSLCക്ക് തോറ്റു, നമ്മള് മാത്രം ജയിച്ചു. എന്നാലും എന്നെ പഠിച്ചോൻ കാത്തു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ് ശരിയാണോ? നിങ്ങൾ പറയേ. അപ്പൊ ഇതൊന്നും തിരിച്ചറിയാത്തൊരു കാലത്ത് ഒരു അറബ് നാട്ടിൽ ആ മരുഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങളൊക്കെ അതൊക്കെ മഹാസംഭവമാണ് എന്ന് വിചാരിക്കുന്നതാണ് പ്രശ്നം. പേഴ്സണലായിട്ട് നിങ്ങൾ ഇപ്പൊ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം? ഞാൻ ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ കുത്തി നിറച്ച ഒരു ഭയത്തിൽ ഇങ്ങനെ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മൾ എന്തിനത് ചെയ്യണത്? നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയുന്നു. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം. അതാ എനിക്ക് എന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് ഇത്ര ഒന്നും ചെയ്യണമെന്നില്ല, എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് എനിക്ക് ജീവിച്ചാൽ മതി. ഇല്ല, നമുക്ക് തോന്നുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, എനിക്കിതൊക്കെ മനസ്സിലായി, ഞാൻ എന്റെ മനസ്സിലായതും വെച്ച് ജീവിച്ച ആരും എന്നോട് ചോദിക്കാനും പറയാനൊന്നും വരുമൊന്നുമില്ല. പടച്ചോൻ ഭാഗത്തുനിന്ന് കൂലിയും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത് ഇതിന്റെ കാരണം ദുരിതം അനുഭവിക്കുന്ന, പ്രയാസത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പൊ താങ്കളുടെ കുടുംബത്തില് മുസ്ലിങ്ങൾ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാവും. മുസ്ലിം. അപ്പൊ അവരെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ വ്യക്തികളുടെ തെറ്റ് ശരി എന്റെ പ്രശ്നമല്ല സുഹൃത്തെ. വ്യക്തികളല്ല എന്റെ പ്രശ്നം. ഞാൻ വ്യക്തികളെ പുറകെ അങ്ങനെ പോവാറില്ല. ഞാൻ നോക്കുന്നത് പ്രത്യയശാസ്ത്രത്തിലാണ്, ഐഡിയോളജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആളുകളിൽ പല തെറ്റും ശരിയുള്ളവരൊക്കെ ഉണ്ടാവും, അതിലൊന്നും കാര്യമില്ല. സൈക്കോളജി പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എക്കണോമിക്സാ പഠിച്ചത്. ഓരോരുത്തരും മനസ്സ് വായിച്ചിട്ടാണ് ആദ്യം ആ മറുപടി എടുക്കുക. ഞാൻ 2-3 ആളെ കേട്ടു, പിന്നെ ബാക്കിയുള്ള ആളെ ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല. അവരൊക്കെ ഒരു വല്ലാത്ത അതിശയമാണ് നടത്തുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ കേട്ടിരുന്നു പോകുന്നത്. എന്തായാലും നിങ്ങളെ സംസാരം നല്ല ഇഷ്ടമാണ്. ശരിയാവുന്ന എവിടെങ്കിലൊക്കെ വെച്ച് നമുക്ക് കാണാം. ശരി ശരി. ഇല്ലെങ്കിൽ മാഷറായി. അതെ, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളി. ശരി, കാണാം. കാണാം. ഓക്കെ, ബൈ ബൈ.